യുകെയിൽ വന്നിട്ട് 3 വർഷമായിട്ടും ഇന്നും പ്രൈസ് ടാഗ് നോക്കാതെ ഒരു സാധനം വാങ്ങിക്കാനുള്ള പർച്ചേസിംഗ് പവർ ഇന്നും വന്നിട്ടില്ല. ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ള എല്ലാം എടുത്തിട്ട് പൈസയൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും എങ്ങനെയായാലും ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വെച്ചിട്ട് ബില്ല് ചെയ്യുന്ന എന്നോട് കെയർ വിസ അവൈലബിൾ ആണ്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, പ്രൈസൊക്കെ പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുന്നവരോട് ഒന്നും പറയാനില്ല. പലപ്പോഴായിട്ട് കെയർ വിസ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യവും പല പ്രാവശ്യം ഫ്രീ വിസ കിട്ടിയിട്ടും എടുത്തിട്ടില്ല എന്നുള്ള കാര്യവും ഞാൻ വീഡിയോയിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇതുപോലെ പൈസ കൊടുത്ത് കെയറർ വിസ എടുക്കുന്ന ആചാരത്തോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഇനിയെങ്കിലും ആർക്കെങ്കിലും എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, ഞാൻ കെയർ വിസ അന്വേഷിച്ച് നടക്കുകയാണ് എന്നൊരു തോട്ടുണ്ടെങ്കിൽ അതിവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ. കാരണം ഇതെനിക്ക് പറ്റില്ല എന്ന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യുന്നവരോട് ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും എല്ലാം ഉണ്ട്. അവർ വളരെ ഗ്രേറ്റ് ആണ്, അവർ വളരെ കൈൻഡാണ്. പിന്നെ എൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു വിസ എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അത് പണ്ടേ ആകാമായിരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതും ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുറച്ചധികം പേരെങ്കിലും 10-20 ആപ്ലിക്കേഷൻ ഇട്ടിട്ട് മാത്രം വന്ന് ടിപ്പും ട്രിക്കും ചോദിക്കുന്നവരോട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതൊരു വർക്ക് ചെയ്യുക. ഇതിനപ്പുറം ഒരു ടിപ്പ് ലൈഫിൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.